വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഓണം പരീക്ഷയ്ക്ക് വരുന്ന മാത്സിലെ അഥവാ ഗണിതത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മലയാളം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഒന്നാമത്തെ വർക്ക്ഷീറ്റ് ഒന്ന് നോക്കാം. കുറുക്കൻ്റെയും കൊക്കിൻ്റെയും കഥ ടീച്ചർ പറഞ്ഞു തന്നല്ലോ. ആ കഥയിലെ ചില സന്ദർഭങ്ങളാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ കഥ നിങ്ങൾക്കറിയാം, കുറുക്കൻ്റെയും കൊക്കിൻ്റെയും കഥ നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ നോക്കൂ, നിറയെ ഉള്ള പാത്രം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏത് പാത്രത്തിലാണ് ഫുള്ളുള്ളത് വെള്ളം? കുറുക്കൻ്റെ പാത്രത്തിലാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പാത്രത്തിന് ടിക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെയാണ് കൂട്ടുകാർ ടിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി താഴേക്ക് നോക്കൂ. അടുത്തത് നോക്കൂ, ഒഴിഞ്ഞ പാത്രം ഏത് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിറയെയുള്ള പാത്രം ഇതാണ്. ഇവിടെ ഒഴിഞ്ഞ പാത്രം എന്ന് പറയുന്നത് കൊക്കിൻ്റെയാണോ കുറുക്കൻ്റെയാണോ? ആരുടെയാണ്? കുറുക്കൻ്റെയാണ്. അപ്പോൾ അതിനും ടിക്ക് കൊടുക്കുക. ഇതിൽ ഫുള്ള് ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത വർക്ക്ഷീറ്റ് നോക്കൂ. അടുത്തത് വീട്ടുപകരണങ്ങളാണ്. ഒരേ എണ്ണം വരുന്നവയ്ക്ക് ഒരേ നിറം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആദ്യം എണ്ണി നോക്കാം. ഇതിലെത്രയാണ്? 4 എണ്ണമാണുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ 4 എണ്ണം, ഇതിൽ 3 എണ്ണമുണ്ട്, ഇതിൽ 1 2 3 4 5 എണ്ണമുണ്ട്, ഇതിൽ 1 എണ്ണമാണുള്ളത്, ഇതിൽ 2 എണ്ണമുണ്ട്, ഇതിൽ 4 എണ്ണമാണുള്ളത്, ഇതിൽ 3 എണ്ണമാണ്. അടുത്തത് എണ്ണി നോക്കൂ. 5 എണ്ണമുണ്ട്, ഇവിടെ 1 എണ്ണമുണ്ട്, ഇവിടെ 2 എണ്ണമുണ്ട്. അപ്പോൾ ഒരേ എണ്ണമുള്ളതിന് ഒരേ നിറമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം 4 എണ്ണമുള്ളതിന് നമുക്ക് യെല്ലോ നിറം കൊടുക്കാം. അടുത്തത് ഏതാ 4 എണ്ണമുള്ളത്? ഗ്ലാസ് ആണല്ലേ. അപ്പോൾ ഇതിനും യെല്ലോ കൊടുക്കാം. ഇനി 3 എണ്ണമുള്ളത് ഏതൊക്കെയാണ്? 3 എണ്ണത്തിന് ഒരേ നിറം കൊടുക്കണം, ബ്ലൂ കൊടുക്കാം, നീല നിറം നമുക്ക് കൊടുക്കാം. ഇനി വേറെ ഏതാണ് 3 എണ്ണമുള്ളത്? ഇതിനും 3 ആണല്ലേ. അപ്പോൾ ഇവിടെയും നീല നിറം കൊടുക്കാം. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് നമുക്ക് 5 എണ്ണമുള്ളതിന് കറുപ്പ് കൊടുക്കാം. ഇവിടെ 5 എണ്ണമാണുള്ളത്, ഇവിടെയും 5 എണ്ണമാണുള്ളത്. ഇതിനെല്ലാം കൂട്ടുകാർ നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കണേ. ഇനി അടുത്തത് 1 എണ്ണമുള്ളതിന് ഏത് നിറം കൊടുക്കും? നമുക്ക് ചുവപ്പ് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ചുവപ്പ് കൊടുക്കാം. ഇനി 1 എണ്ണമുള്ളത് ഇത്, ഇവിടെയും ചുവപ്പ് കൊടുക്കാം. ഇനി ആകെ ഉള്ളത് 2 എണ്ണത്തിൻ്റെയാണ്. 2 എണ്ണമുള്ളതിന് നമുക്ക് ഈ നിറം കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാർ ചെയ്യേണ്ടത്. ആദ്യം എണ്ണി നോക്കുക, എന്നിട്ട് ഒരേ നമ്പറുള്ളത് ഏതൊക്കെയാണെങ്കിൽ അതിന് ഒരേ നിറം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിറം കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എണ്ണം കറക്റ്റാണോ എന്ന് നോക്കുക. നിറം കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കാനും ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നോക്കൂ. വർക്ക്ഷീറ്റ് നമ്പർ 3 ആണ്. ലഡു കൊടുക്കാം. കുട്ടികളുടെ അത്രയും എണ്ണം ലഡുവിന് മഞ്ഞ നിറം കൊടുക്കൂ, എണ്ണം എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് കുട്ടികളുടെ എണ്ണമാണ്. കുട്ടികളുടെ എണ്ണം 1 2 3 4 5 എണ്ണമാണ്. അപ്പോൾ എണ്ണം എന്നുള്ളിടത്ത് ഇവിടെ 5 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് 5 ലഡുവിനാണ് നിങ്ങൾ നിറം കൊടുക്കേണ്ടത്. 2 3 4 5 ലഡുവിന് മാത്രം നിറം കൊടുത്താൽ മതി. ഇനി അടുത്തത് 2 എണ്ണം വട്ടം വരച്ചു കൂട്ടമാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം 2 എണ്ണമാണ് വരയ്ക്കേണ്ടത്. ഇവിടെ 2 എണ്ണത്തിനെ കൂട്ടമാക്കുക. പിന്നെ ഇവിടെ 1 മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിനെ കൂട്ടമാക്കാൻ കഴിയില്ല. താഴെയുള്ളത് 3 എണ്ണത്തിൻ്റെ കൂട്ടമാണ് ആക്കേണ്ടത്. ആദ്യം 3 എണ്ണം എണ്ണി അതിൻ്റെ കൂട്ടം വരയ്ക്കുക. പിന്നെ 1 2 3 അടുത്ത 3 എണ്ണത്തിനും കൂടി കൂട്ടം വരയ്ക്കുക. പിന്നെയുള്ളത് 1 ആണ്, അതിനെ നമുക്ക് കൂട്ടമാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് എണ്ണി നോക്കിയിട്ട് വേണം നിങ്ങൾ കൂട്ടങ്ങളാക്കാൻ. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് വർക്ക്ഷീറ്റ് നമ്പർ 4 ആണ്. എണ്ണത്തിന് നേരെ അത്രയും പൊട്ടുകൾ ഒട്ടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1 ആണ്, 1 പൊട്ട് ഒട്ടിച്ചാൽ മതി. ഇവിടെ 2 ആണ്, അപ്പോൾ 2 പൊട്ട് ഒട്ടിക്കുക. ഇവിടെ 3 ആണ്, അപ്പോൾ 3 പൊട്ട് ഒട്ടിക്കുക. ഇവിടെ 4 ആണ്, അപ്പോൾ 4 പൊട്ട് ഒട്ടിക്കുക. 5ന് 5 പൊട്ട് ഒട്ടിക്കുക. ഇനി എണ്ണി എഴുതാമെന്നാണ്. ഒന്നാമത്തേത് എത്രയാണ്? 1. അടുത്തത് 3. ഇനി അടുത്തത് 1 2, ഇവിടെ 2, ഇവിടെയോ 1 2 3 4 5. അപ്പോൾ ഇവിടെ എത്രയാണ് എഴുതേണ്ടത്? 5. ബോൾ എത്രയാണ്? 1 2 3 4. അപ്പോൾ ഇവിടെ 4 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് തന്നെ നിങ്ങൾ എത്ര എണ്ണമാണെന്ന് കറക്റ്റായിട്ട് എണ്ണി നോക്കണം കേട്ടോ. അടുത്തത് നോക്കൂ. വർക്ക്ഷീറ്റ് നമ്പർ 5 ആണ്. പല്ലുകൾ വരക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുകളിൽ എത്രയാണ്, താഴെ എത്രയാണ്? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പല്ലുകളാണ് ആദ്യം വരയ്ക്കേണ്ടത്. അപ്പോൾ കൂട്ടുകാർ ഒരു 4 പല്ലൊക്കെ വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ 3 പല്ല് നിങ്ങൾ കറക്റ്റായിട്ട് പെൻസിൽ കൊണ്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ മുകളിൽ 3 ആണെങ്കിൽ താഴെയും 3 എന്ന് വരച്ചു കൊടുത്ത് നിങ്ങൾ വരക്കുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ നമ്പർ എഴുതേണ്ടത്. ഇനി വണ്ടിന് പുള്ളിയിടാം. ഒരു വണ്ടിൻ്റെ 2 പിറകിലുമായി 5 വട്ടങ്ങൾ വരയ്ക്കണം. വ്യത്യസ്ത രീതിയിൽ എങ്ങനെയൊക്കെ വരക്കാം?
ഓരോ ചിത്രത്തിലും വരച്ച എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വരക്കാം? ഇവിടെ നോക്കൂ, ഇവിടെ 1 കൊടുത്തിട്ടുണ്ട്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ 4 എണ്ണമാണുള്ളത്, ആ 4. അപ്പോൾ ഇവിടെ നമുക്കൊരു 2 എണ്ണം വരച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ 2, ഈ സൈഡിലും 2 എണ്ണം വരക്കാം. അപ്പോൾ ഇവിടെ 2, 2ഉം 2ഉം എത്രയാണ്? 4. ഇനി ഈ വണ്ടിന് നോക്കൂ, ഇവിടെ നമുക്ക് 1, 2, 3 എണ്ണം കൊടുക്കാം. ഇവിടെ നമുക്ക് 1, 2, 3, 4 എണ്ണം കൊടുക്കാം. അപ്പോൾ ഇവിടെ 3, ഇവിടെ 4. 3 + 4 എന്ന് പറയുന്നത് 7. ഇനി അടുത്ത വണ്ടിന് നോക്കൂ, അടുത്ത വണ്ടിന് നമുക്ക് 1, 2 അല്ലേ. ഇവിടെ നമുക്ക് 1, 2, 3. അപ്പോൾ നമുക്ക് 2ഉം 3ഉം എഴുതി കൊടുക്കാം. 2ഉം 3ഉം 5. അങ്ങനെയും നമുക്ക് വരക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പോലെ ഇതുപോലെ വരക്കാവുന്നതാണ്. ഇനി അടുത്തത് നോക്കൂ, അടുത്ത വർക്ക്ഷീറ്റ് നമ്പർ 6 ആണ്. ഇലകളും പൂക്കളും പൂമ്പാറ്റകളും. ഇലകളും പൂമ്പാറ്റകളും പേജ് 53 നിന്നും മുറിച്ച് ഒട്ടിച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് ടീച്ചർ ഇതുപോലെ മുറിച്ച് ഒട്ടിക്കാനുള്ളതൊക്കെ തരും. ഇനി വെണ്ടക്ക മുറിച്ച് ചായത്തിൽ മുക്കി പതിപ്പിച്ച് പൂക്കൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എണ്ണം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഇത് കൂട്ടുകാർ ചെയ്ത് എത്രയാണോ ഉള്ളത് അത് നിങ്ങളിവിടെ താഴെയായിട്ട് എഴുതുകയാണ് നിങ്ങൾ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.